നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ എന്തായാലും പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് എൻ്റെ മക്കളെ കുറിച്ച് ഓർത്ത് മാത്രം. കുറെ കാലം നന്ദന്റെ കാര്യം ഓർത്തായിരുന്നു. ഇപ്പതേ സ്നേഹ. നന്ദന്റെ തിരിച്ചുവരവിന് മോളാ കാരണമായത്. ഇപ്പൊ അതുപോലെ എന്റെ സ്നേഹമോളെ എനിക്ക് തിരിച്ചു വേണം. മോള് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഞാനിത് നന്ദനോടോ സച്ചിയോടോ സന്ദീപിനോടോ പറഞ്ഞ അവര് സമ്മതിച്ചു എന്ന് വരില്ല. അതാ ഞാൻ മോളോട് പറയുന്നത്. അച്ഛാ, ഞാൻ എങ്ങനെയാ? ധനുഷിനെ കുറിച്ച് എല്ലാം അച്ഛനറിയാവുന്നതല്ലേ? അവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചതിന്റെ ദേഷ്യത്തിലാ ഇവിടെ എല്ലാവരും. അച്ഛന് ഇങ്ങനൊരവസ്ഥ വന്നതോടുകൂടി ദേഷ്യം ഇപ്പൊ ഇരട്ടിയായി കാണും. ദേഷ്യത്തെക്കാളും തകർന്നു പോയെന്ന് പറയുന്നതാവും ശരി. അവരോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയുന്നേ? അവരുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ അവളോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? അമ്മയില്ലാതെ ഞാൻ വളർത്തിയതാ അവളെ. അത്ര വേഗം എനിക്ക് അവളെ തള്ളിക്കളയാൻ പറ്റൂ? ഈ മരണക്കിടക്കയിൽ ഞാൻ അവളോട് വാശി കാണിച്ച ചിലപ്പോ ഇനി ഒരിക്കലും അവളെ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മോൾ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. തൽക്കാലം അവരോടൊന്നും മോളിത് പറയണ്ട. ഞാൻ തന്നെ പിന്നീട് അത് പറഞ്ഞോളാം. മോള് അച്ഛനെ സഹായിക്കില്ലേ? ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് വരുമ്പോ സ്നേഹ അവിടെ ഉണ്ടാവണം. ഇനി അധിക കാലമൊന്നും അച്ഛനുണ്ടാവില്ല എന്നതിന്റെ സൂചനകളാണ് ഇതൊക്കെ. അച്ഛന് വേണ്ടി മോളിത് ചെയ്യണം പ്ലീസ്. അച്ഛൻ വിഷമിക്കാതിരിക്ക. അച്ഛൻ നെല്ലിശ്ശേരിയിലേക്ക് വരുമ്പോ സ്നേഹ അവിടെ ഉണ്ടാവും. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാം അവരെ. മോളോട് സ്നേഹയ്ക്ക് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് അവന്തികയെ കൂടി കൂട്ടിക്കൊണ്ടുപോ. അവന്തിക പറഞ്ഞ സ്നേഹ അനുസരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.